ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതെന്താ ഇപ്പോൾ കൈയിരിക്കുന്നതെന്നല്ലേ? മൈദാമാവാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു വലിയ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ പാത്രം എന്താണെന്ന് ചോദിച്ചേക്കളത് കേട്ടോ. എൻ്റെ കയ്യിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന വേറെ പാത്രങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ, ഒരു 1/2 കിലോയുടെ പാക്കറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1/2 കിലോ ഒന്നും എടുക്കുന്നില്ല, ഒരു 400 ഗ്രാം മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു 100 ഗ്രാമിന് വേണ്ടി ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ എൻ്റെ കൂട്ടുകാർ പറയുകയാണേ, നീ വീഡിയോ ഒക്കെ ഇടുന്നത് കൊള്ളാം, അത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൂടെ തന്നേക്കണേന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതാണേ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇട്ടതേ അര സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. 1/2 സ്പൂൺ ഇട്ടാൽ മതിയേ. പിന്നെ ഒരു ഫെർമെൻറ്റേഷന് വേണ്ടി ഞാനൊരു 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മാവൊന്ന് പുളിച്ച് പൊങ്ങാനേ അപ്പം ഫെർമെൻറ്റേഷൻ നടക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഉപ്പാണ് ചേർക്കുന്നത്. മാവിന് ആവശ്യമായി ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഒരു രുചിയും കാണത്തില്ല. പിന്നെ പിന്നെ ചിക്കൻ റോള് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട്, സാധാരണ ചിലവരൊക്കെ ആണെങ്കിൽ തണുപ്പുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഇതൊക്കെ കുഴയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. ഞാൻ പക്ഷേ സാധാരണ പച്ചവെള്ളം, ഞങ്ങളുടെ കൊല്ലത്തൊക്കെ നല്ല ചൂടൊക്കെയാണ് കാലാവസ്ഥ കേട്ടോ. അത് കാരണം ഞാനാണെങ്കിൽ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ദോശ ഇടേണ്ടി വരും നമുക്ക് മൈദാമാവ് വിലക്ക് കേട്ടോ. മൈദാമാവായതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിക്കാവൂ. ഒരൊറ്റയടിക്ക് 1 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചൊന്നും കുഴച്ച് കളയരുത്, പിന്നെ നമുക്ക് ദോശ ഇടാം. ഇനിയിപ്പം നമുക്ക് കുറേശ്ശെ അതൊന്ന് നന്നായിട്ട് ഒരു ചപ്പാത്തിയുടെ പരുവത്തിനൊക്കെ ഒന്ന് കുഴച്ച് ഒരു സമാധാനത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. നമ്മൾ വെപ്രാളത്തിൽ കുഴച്ച് അതിനകത്ത് വെള്ളം കൂടാൻ പാടില്ല. കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു തുള്ളി എണ്ണ ഒഴിച്ചൊന്ന് എന്തെന്തിനാന്ന് പറയുമ്പോൾ ഉണങ്ങിപ്പോതിരിക്കാൻ മാവ് അങ്ങനെ ഒന്ന് ആക്കി വെക്കണേ. ഇച്ചിരി കഴിയുമ്പോൾ നോക്കിക്കോണം, 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ എന്തിനാണ് ഞാൻ ഈ പാത്രം എടുത്തതെന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ചിക്കൻ റോളിനകത്തുള്ള മെയിൻ സാധനം എന്താ? ചിക്കനല്ലേ. അപ്പം ആ ചിക്കൻ ഒന്ന് പിച്ചിയെടുക്കുകയാണേ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് വേണ്ടുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് 3 സവാള എടുത്തിട്ടുണ്ട്. അത് കുനുകുനാന്നരിഞ്ഞെടുക്കണം. പിന്നെ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ ചിക്കനും. ഇനി നമുക്ക് ചിക്കൻ റോളിനകത്തോട്ട് വേണ്ടുന്ന ആ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലേ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ പാത്രം കണ്ട് ആരും എന്നെ പരിഹസിക്കരുത്, കമൻ്റ് ഇടരുത്. ഈ പാത്രമേ ഉള്ളൂ കട്ടിയുള്ളത് എൻ്റെ കയ്യിൽ. മറ്റേതാണെങ്കിൽ പിന്നെ അലൂമിനിയത്തിൻ്റെ പിന്നെ ഇരുമ്പിച്ചട്ടിയാണ് ഉള്ളത് കേട്ടോ. അതിന് അടി കട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല അടി കട്ടിയുള്ള പാത്രം വേണം. ഞാനെന്തായാലും ഇതിൻ്റെ ഒരു പുതിയ പാത്രം മേടിക്കാം, അപ്പം ഞാനൊന്ന് ഷൈൻ ചെയ്യും. അന്നേരം വേണ്ടല്ലേ, അത് നിങ്ങളെ ഞാൻ കാണിക്കുകയും ചെയ്യും കേട്ടോ. അതൊക്കെ പോട്ട് നമുക്ക് ദാണ്ട ആ 3 സവാള കുനുകുനാന്നരിഞ്ഞതാണേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളാണെങ്കിൽ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു വാടുന്ന കണക്കാവണേ. അതൊന്ന് പെട്ടെന്ന് വാടിയെടുക്കാൻ വേണ്ടി ഉപ്പ് ഇട്ട് കേട്ടോ. ഉപ്പിടാൻ മറന്നു പോരുത് കേട്ടോ. പിന്നെ ദാണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് അങ്ങ് ചുമന്ന് പോകുന്നിടം വരെ ഒന്നും നമ്മൾ മൂപ്പിക്കുകയൊന്നും വേണ്ട. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു മല്ലിപ്പൊടി ഒരുപാട് അങ്ങ് കൊടുക്കണ്ട. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മസാലപ്പൊടി, ഇത്രയും പൊടികളെ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഞാനേ കുരുമുളക് പൊടി ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ടോ. അതുകൊണ്ട് എരി ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നു. അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ കുരുമുളക് പൊടി ഇടാൻ മറക്കല്ലേ, ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
ഇതേ അപ്പുറത്തെ അവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരെന്ന്, അവർക്കൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നീ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി, ഇതും എരിവ് കുറവുണ്ടെന്ന്. ഞാൻ ഈ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയതാ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി കുരുമുളക് പൊടി ഇടണേ മറക്കല്ലേ. പിന്നെ അവസാനം ഇച്ചിരി മല്ലി ഇലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഈ ചിക്കനകത്തെ ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് പിടിക്കണ്ടേ, അത് കാരണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പൊട്ടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ 5 മിനിറ്റ് വെച്ചേക്കണേ. അണ്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ മാവ് ഇങ്ങനെ പൊന്തി വരുമെന്ന്. ഇപ്പോൾ ഒരു വലിയ പാത്രം എടുത്തതിൻ്റെ കാര്യം മനസ്സിലായില്ലേ. അണ്ട ഇപ്പം അത് തവിഞ്ഞു. നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഇപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ പൊന്തി വന്നു കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ മാവ്. ഇനി അത് നമ്മൾ എന്താണ് ഓരോ റോളിന് ആവശ്യമായ ഉരുളകളാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് ഉരുളയാക്കുന്നതിനൊക്കെ ഒരു ഇച്ചിരി കൂടെ വലിപ്പം വേണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി വലുതായിപ്പോയി. ഇനി കുറച്ചങ്ങ് മാറ്റിയേക്കാം നമുക്ക്. ഇത്രയും മതി കേട്ടോ. ഇത് കണക്ക് നമുക്ക് എല്ലാ മാവും ഇങ്ങനെ ഓരോ ഉരുളകളാക്കി എല്ലാം മാറ്റി വെക്കാം കേട്ടോ. ഞാൻ അന്നേരം ഈ ഉരുളകളാക്കിയിട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് തന്നെ ഞാൻ ഉരുളകളാക്കി മാറ്റാം കേട്ടോ. ദാണ്ടണ്ട ഇനി ഞാൻ ബാക്കി വെച്ചിരുന്ന മൈദാപ്പൊടി ഉണ്ടല്ലോ, അത് ആ പ്ലേറ്റിനകത്തോട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് പരത്തണം. നമ്മൾ പരത്താൻ നിന്നാൽ ഇത് അങ്ങോട്ട് പാക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും. മൈദാമാവല്ലേ, നമ്മളെ ചപ്പാത്തിയുടെ മാവ് പോലെ അങ്ങോട്ട് പരന്ന് വരത്തില്ല. നമ്മൾ ഇച്ചിരി ഒന്ന് പെനക്കെടണം കേട്ടോ. അപ്പം നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒന്ന് പരത്തിയെടുത്ത് ഇച്ചിരി നീളത്തിൽ പരത്തിക്കോ കേട്ടോ. വീതി ഒരുപാട് വീതിയില്ലെങ്കിൽ ഇച്ചിരി നീളത്തിൽ വേണം. ചപ്പാത്തിയുടെ കണക്ക് എന്താ ഫുൾ റൗണ്ടല്ല, ഒരു ഓവൽ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഫില്ലിങ് എന്തിനൊന്നും പിശുക്കൊന്നും കാണിക്കണ്ട കേട്ടോ. ഞാൻ ഒരു 3 സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ടേ സൈഡ് രണ്ടും ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതിനകത്തൂടെ എല്ലാം ഫില്ലിങ് എണ്ണയ്ക്കകത്തോട്ട് പോയാലേ ഇതെല്ലാം കുളമാവും. എണ്ണയ്ക്കകത്ത് കിടന്ന് മുരിയേണ്ടി വരും പിന്നെ ഫില്ലിങ് അല്ല. അത് കാരണം അത് 2 സൈഡും മടക്കിയിട്ട് റോളായിട്ട് അങ്ങോട്ട് ചുറ്റിയെടുക്കണേ. ഇനി ഞാനൊരു കൊച്ചു കിണ്ണത്തിനകത്തെ ഒരിച്ചിരി 1 സ്പൂൺ മൈദാമാവ് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പശ പോലെ. ഇനി ആ പശ തേച്ച് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തില്ലെങ്കിലേ ഇതിൻ്റെ അവിടെ വെച്ചങ്ങ് ഇളവി അങ്ങ് തുറന്നു പോവും എണ്ണയ്ക്കകത്തോട്ടിടുമ്പോൾ. അത് കാരണമാണേ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മളെ കൈ വെച്ചൊന്ന് റോൾ ചെയ്യാൻ നോക്കിയത്, അത് എപ്പോഴേ എണ്ണയിൽ ചാടാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ചാടി പോവുകയാണ് കേട്ടോ. ആനൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ റോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ എല്ലാ മാവും നമ്മൾ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഉണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പരത്തി അത് അങ്ങോട്ട് പോകുന്നതാണ് കഴിയണേ. മൈദാമാവായത് കാരണം അങ്ങനെ എല്ലാത്തിനകത്തെയും ഫില്ലിങ്ങൊക്കെ വെച്ച് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ റോൾ ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലല്ലേ. ഞാനത് അവസാനം ഒരെണ്ണം പരത്തുന്നത് ഞാനത് വൃത്തിയായിട്ട് മടക്കുന്നത് വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, അപ്പോൾ അത് മനസ്സിലാവും എങ്ങനെ അത് ഒട്ടിച്ചെടുക്കുന്നതെന്നേ. അത് ഞാൻ വൃത്തിയായിട്ട് ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ റോളും ഇങ്ങനെ പരത്തി പശ തേച്ച് ഒട്ടിച്ച് നമുക്ക് നല്ല ഷേപ്പിലിങ്ങനെ ആക്കി വെക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പരത്താനൊക്കെ. അത് കാരണമാണ് സ്പീഡിലങ്ങ് കാണിക്കുന്നത്, നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് വിചാരിച്ച് വേണ്ട കിടക്കട്ടെന്ന്, നിങ്ങളൊന്ന് കണ്ട് പഠിക്കട്ടെന്ന് വിചാരിച്ച് കേട്ടോ. വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവസാനം ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട്. വേണ്ട ഇത് കണക്കൊന്ന് റോളാക്കി 2 സൈഡ് ഇത് കണക്ക് മടക്കിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ വ്യക്തമായിട്ട് കാണാമല്ലോ നിങ്ങൾക്ക്. കണ്ടോ, ഇനി വേണം നമ്മൾ റോൾ ചെയ്യാൻ. അത് മടക്കി അകത്തോട്ട് വെക്കാതിരുന്നാൽ അത് ഫുള്ളായിട്ട് വെളിയിലോട്ട് പോരും. ഇനി എന്നിട്ട് ഒട്ടിക്കുന്നതായിട്ട് അവസാന അറ്റത്ത് നമ്മളിങ്ങനെ പശ തേച്ച് കൊടുക്കണം. കണ്ടോ, ഗമ്മൊന്നും എടുത്ത് തേച്ച് കൊടുക്കല്ലേ. ഞാൻ പശയെന്ന് പറഞ്ഞതേ മൈദാമാവ് കലക്കി വെച്ചേക്കുന്നതിനെയാണേ പശയെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ എല്ലാം അങ്ങ് ക്ലീൻ ആക്കി കേട്ടോ. മൈദാമാവല്ലേ ഒട്ടിപ്പിടിച്ച് പശ ഉണങ്ങിയിരിക്കും. അത് കാരണം ഞാൻ അന്നേരം തന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത പാത്രങ്ങളെല്ലാം അന്നേരം കഴുകി വെച്ച്. അല്ലെങ്കിലേ പിന്നെ ഇത് ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് സിങ്ക് നിറഞ്ഞ് കവിഞ്ഞ് വെളിയിലാവും പാത്രങ്ങളെല്ലാം. അത് കാരണം അന്നേരം തന്നെ അങ്ങ് കഴുകി വെച്ച് കേട്ടോ. പിന്നെ ഈ ഷെഫിനെ നിങ്ങൾ കണ്ടോ, ഇതെൻ്റെ മോളാണ് കേട്ടോ. അമ്മ ഞാനും കൂടെ ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാനത് ഉൾപ്പെടുത്തിയതാണേ. അങ്ങനെ മുട്ട പൊട്ടിക്കാനായിട്ട് ഒരു പുതിയ ഷെഫിനെ ഞാൻ കൊണ്ടുവന്നതാണേ. 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 മുട്ട എടുത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആ മഞ്ഞയും വെള്ളയും കൂടെ വേറെ വേറെ കിടക്കാതെ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതങ്ങ് വെള്ളം പോലെ ആവും. അല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ ഒരുമാതിരി
ഒരുമാതിരി കിടക്കത്തില്ലേ മുട്ട. അതിപ്പം നല്ലതായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇത് വെള്ളം പോലെ അങ്ങാവും. എന്നാലേ നമുക്കത് മുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ വെള്ളയും മഞ്ഞയും വേറെ വേറെ കിടക്കരുത്, അത് രണ്ടും ഒന്നിച്ച് യോജിപ്പിക്കണം. എന്നിട്ട് ഓരോ റോളും എടുത്ത് പിന്നെ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് ഇങ്ങനെ തറയിൽ പോവാതെ. എന്നിട്ട് അത് അതിനകത്ത് മുട്ടയ്ക്കകത്ത് നന്നായിട്ട് മുക്കിയെടുക്കണം, എല്ലാ ഭാഗത്തും മുട്ട വറ്റണേ. എന്നിട്ട് ഇത് ബ്രെഡ് പൊടിയാണേ, ഞാനൊരു 5 ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചേക്കുക. മിക്സിയിലിട്ട് സാധാരണ ബ്രെഡ് വാങ്ങിച്ചിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. അതിനകത്ത് ഒന്നും ഞാൻ ഇളക്കിയൊന്നും കളഞ്ഞില്ല, മുരിഞ്ഞ ഭാഗമൊന്നും ഇളക്കി കളഞ്ഞില്ല, മൊത്തത്തിൽ ഞാനങ്ങ് പൊടിച്ചെടുത്തത് കേട്ടോ. ഇനി അഥവാ പിന്നെ ഒട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി വാരി നന്നായിട്ട് പൊത്തിക്കോണേ. ഈ ബ്രെഡ് പൊടി നന്നായിട്ട് പൊത്തി കൊടുക്കണം, എന്നാലേ അത് ആ മുട്ടയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. നമ്മൾ ഇച്ചിരി നന്നായിട്ട് കൈ വെച്ച് അതിൻ്റെ മുകളിലോട്ട് അമുക്കി കൊടുക്കണം ബ്രെഡ് പൊടി കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് പൊടിയിലും മുക്കിയെടുക്കുകയാണേ. എന്താ സ്പീഡ്! നമ്മൾ ശരീരത്ത് ബാധ കയറിയണക്കുണ്ട്. ഇനി ആ എണ്ണ നന്നായിട്ട് ചൂടാവണേ. നന്നായിട്ട് ചൂടാവണമെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ തീ സിമ്മിലിടണം കേട്ടോ. സിമ്മിലിട്ടിട്ടേ ഇടാവൂ കേട്ടോ, അല്ലെങ്കിലേ പിന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും, ബ്രെഡല്ലേ, അപ്പോൾ അതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഞാനാണെങ്കിൽ 2 എണ്ണം ഇട്ട് പൊരിക്കാമെന്ന് ആദ്യം വിചാരിച്ചതാണ്, പിന്നെ വിചാരിച്ചു ഒന്നുകൂടെ ഇടാമെന്ന്. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തിയിട്ട് ഒരെണ്ണവും കൂടെ കുത്തിക്കയറ്റി അതിനകത്ത് ഇടുവാണേ. പിന്നെ ആണ് പണി പാളി എന്ന് മനസ്സിലായത് കേട്ടോ. ഇത് തിരിച്ചിടാൻ പെട്ട പാട്. അതാണെങ്കിൽ തിരിയുന്ന അതിന് സ്ഥലമുണ്ടോ അതിന് കിടക്കാനും സ്ഥലമില്ല. ഞാൻ എല്ലാത്തിനെയും കൂടി ഇടുക്കി ഇട്ടിരുന്ന ഞാൻ 2 കമ്പും മുള്ളും എല്ലാം പറക്കി എടുത്തിട്ടാണ് അതിനെ ഒന്ന് തിരിച്ച് കിടത്തിയത്. എന്ത് പാടുപെട്ട് ഞാൻ അതിനെ ഒന്ന് തിരിച്ചു മാറ്റാൻ. അതുകൊണ്ട് ആരും അബദ്ധമൊന്നും കാണിക്കരുത്, ഈ 2 എണ്ണം വെച്ചിട്ടാൽ മതിയായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു കേട്ടോ. എണ്ണയൊക്കെ തെറിച്ചെൻ്റെ ദേഹത്ത് കേട്ടോ. അതുകൊണ്ട് പെയ്യനെ സമാധാനത്തിൽ, ഇതിന് വെയിറ്റ് ഉള്ളതല്ലേ, അതങ്ങോട്ട് എണ്ണയിലോട്ട് വീഴുമ്പോൾ അത് കയ്യിലൊക്കെ തെറിച്ച് വീണൻ്റെ കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ അതിനെ ഉരുട്ടി പുരട്ടി തിരിച്ചിട്ടു. ഒരു കണ്ണാപ്പ് കൊണ്ട് ചെയ്യേണ്ട പണി ഞാൻ 2 എണ്ണം എടുത്തു കേട്ടോ, ഇതൊന്ന് തിരിച്ചിടാൻ വേണ്ടി. ഇനി അത് സിമ്മിലിട്ടേ വേവിക്കാവേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അങ്ങനെ ഞാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. എല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അബദ്ധം കാണിച്ചില്ല, ഞാൻ ഈ 2 എണ്ണയെ ഇട്ടോളൂ കേട്ടോ. അതിനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ടേ. അങ്ങനെ എല്ലാ ചിക്കൻ റോളും ഞാൻ രീതിയിൽ കണ്ടോ. കൊള്ളാമോ എൻ്റെ ചിക്കൻ റോൾ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.